ഒന്നും വീട്ടിൽ പോകേണ്ട കാര്യമില്ല, ഞങ്ങൾ ചതയമന്ദിരത്തിലാണ് നിൽക്കുന്നത്. അങ്ങോട്ട് പോയി നിന്റെ റെക്കോർഡ് ഞങ്ങളുടെ ഫോൺ റെക്കോർഡ് ചെയ്യുന്ന കട്ടാക്കി അവിടെ നിങ്ങൾ നിൽക്കുവല്ല. ഞങ്ങളുടെ വിരക്കകത്ത് ഇവിടെ തിരിച്ചു വരാൻ കഴിയും. ഫോൺ റെക്കോർഡ് കട്ടായെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കേണ്ട കാര്യമില്ല കേട്ടോടാ. എന്നാലത്തെ കഥയൊന്നും നീ ഉണ്ടാക്കണ്ട. കുറെ കഥ ഉണ്ടാക്കലുകാര് കണ്ട സുബ്രഹ്മണ്യന്റെയും കണ്ട തെണ്ടിയുടെ ഒന്നും വീട്ടിൽ കയറി നിരക്കുന്നവരല്ല ഞങ്ങള്. കണ്ട സുബ്രഹ്മണ്യൻ തെണ്ടി കണിയാന്റെ ഒന്നും വീട്ടിൽ കയറേണ്ട കാര്യം ഞങ്ങൾക്കില്ല. കണ്ട കണിയാന്റെ ഒന്നും വീട്ടില് തെണ്ടിക്കണിയാന്റെ ഒന്നും വീട്ടിൽ കയറേണ്ട കാര്യം ഞങ്ങൾക്കില്ല. ചെത്ത കണിയാന്റെ ഒന്നും വീട്ടിൽ ഞങ്ങൾക്ക് വീടുണ്ട് അവിടെ നിൽക്കുന്നത്. അല്ലാതെ കണിയാന്റെ ഒന്നും വീട്ടിലും കണ്ടവന്റെ ഒന്നും വീട്ടിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. നീ ഒന്നും ഉണ്ടാക്കുന്ന കഥ ഇങ്ങോട്ട് വേണ്ട. നിന്റെ കഥയൊന്നും ഇങ്ങോട്ട് എടുക്കണ്ട, കള്ളക്കഥയൊന്നും. കഥകൾ ഉണ്ടാക്കല് പണ്ടവന്റെ മോൻ ഇതുവഴി പാതിരാത്രിക്ക് പോയിട്ട് ഗർഭക്കാരെ ഉണ്ടാക്കി നടന്നതാ. രാമൂട്ടി മനുവിന്റെ വീട്ടിലോട്ടാണ് പൊതിയും കെട്ടി പോകുന്നത്. എങ്ങാണ്ട് പന്നറ്റി ഇവിടെ മോൻ അത്ര മിടുക്കനാണ്. വയ്യെ പോകുമ്പോ അവൻ അടുത്തുള്ള വീട്ടിലെ പെണ്ണുങ്ങൾക്കൊക്കെ ഗർഭം ഉണ്ടാക്കുന്ന അത്ര മിടുക്കനാണ് അവിടെ മോന്. എങ്ങാണ്ട് കേട്ട പറ്റി ഇങ്ങനെ മോന്റെ മിടുക്കൊക്കെ നിന്റെ കൈ വെച്ചിരുന്നാ ഇങ്ങോട്ട് വേണ്ട. ഗർഭം ഉണ്ടാക്കുന്ന മിടുക്കൊക്കെ വയ്യെ പോയാൽ അവന്റെ മോൻ വയ്യെ പോയാൽ അടുത്തുള്ള പെണ്ണുങ്ങളെല്ലാം അടുത്തുള്ള പെണ്ണുങ്ങൾക്ക് ഗർഭം ഉണ്ടാവുള്ളൂ. അത്ര മിടുക്കനാണ് അവന്റെ മോൻ, അത്ര മിടുക്കൻ. അതുകൊണ്ടാണ് ഇതിനാണ് അങ്ങനത്തെ മാത്രം പറയുന്നത്. അതിന് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ മിടുക്കൻ എന്ത് ചെയ്യണം? ഇപ്പം ആൾക്കാർ വരുന്നവർ ചോദിക്കുന്നത് ഇപ്പൊ ആ മിടുക്കൻ എന്ത് ചെയ്യണം? ആ മിടുക്കൻ എവിടെ പോയെന്ന് ഇപ്പൊ നാട്ടുകാരും ആൾക്കാരും ഒക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് നാട്ടുകാർക്ക് അറിയുന്നതും പള്ളിപ്പാട്ടുകാർ കുടിലിൽ കിടന്നവളാ. കുടില് പോലെ എണ്ണം ഒരു ചെറ്റ പോലെ ആള് കണ്ടിട്ടില്ലയോ? അവർക്ക് ആദ്യം അതുപോലും ഇല്ലായിരുന്നു. നമ്മളെ ഒന്നും ഏതാണ്ടൊന്ന് ഒപ്പിച്ച് വെച്ചായിരുന്നു. ഇപ്പൊ അതെല്ലാം ഇടിച്ചു പൊളിച്ചേച്ച ഇപ്പൊ വലിയ മണിമാളിക ഉണ്ടാക്കിയിരിക്കുന്നില്ല. അങ്ങനെ കുറെ അവളുമാര് നടക്കുക, കെട്ടുക, കൊല്ലുക, വലിയ വസ്തു വാങ്ങിക്കുക, വീട് വെക്കുക. കൊന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേഗമായില്ല. വസ്തു വാങ്ങിക്കുക, വീട് വെക്കുക, എന്തായാലും എഴുതിക്കുക, അങ്ങനെ കുറെ കാശൊക്കെ വാങ്ങിച്ച് നല്ല മിടുക്കരാ അവന്മാര്. അവന്മാരും ഉണ്ട്, ഇങ്ങനത്തെ അവന്മാരും ഉണ്ട്. എന്നെ അങ്ങ് ഉറവെടുത്താനാണ് ഡിഗ്രി ഏർപ്പാടാക്കിയത്. പിന്നെ കുറെ ഉണ്ട്. കൊലകെട്ടിയിലെ പെണ്ണുങ്ങളും കുറെ ആണുങ്ങളും എല്ലായിടും ഉണ്ട് ഇത്. കല്യാണം ഓരോമാരെ നല്ലവന്മാരെയൊക്കെ നോക്കി കല്യാണം കഴിക്കുക, കൊല്ലുക, വസ്തു വാങ്ങിക്കുക, വീട് വെക്കുക. എന്താ ഈസി അറിയില്ല. കാശൊക്കെ കിട്ടിയാൽ വീടും വസ്തുവും ഒക്കെ വാങ്ങിക്കിട്ടോ. നമുക്കിതൊന്നും പരിപാടി അറിയത്തില്ല. പരിപാടി അറിയുന്നവരാ ഇതൊക്കെ ചെയ്യുന്നത് നല്ലപോലെ. ഇത് നമ്മളെ റെഡിയാക്കാൻ നടക്കുക കുറെ അവളുമാരും അവന്മാരും. ചില അവളുമാർക്ക് നമ്മളെ റെഡിയാക്കാം. എന്താ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് എന്നെ സഹതയെ പഠിക്കലാ ഇതാക്കിയത്. നേരെ എന്നെ കൊല്ലാനൊന്നും ഉണ്ടാക്കിയതല്ല. ഇവളുമാര് എന്നെ കൊല്ലാൻ നടക്കാന്. ഇവന്മാർക്ക് നല്ല പരിശീലനമാണ്. ഇവളുമാര് മക്കളെ ഉണ്ടാക്കിയിട്ട് കൊല്ലട്ടെ. നീയൊക്കെ നിന്റെ മക്കളെ കൊല്ല്, അല്ലാതെ എന്നെ കൊല്ലാൻ നടക്കണ്ട. എന്റെ കൊച്ചിനെ കൊല്ലാനൊന്നും നടക്കണ്ട. നിനക്കൊക്കെ കാശ് വേണമെങ്കിൽ എന്റെ കൊച്ചിനെ ഒന്നും വകവരുത്തി കാശടിക്കാൻ നോക്കണ്ട. എന്റെ കൊച്ചിനെ വകവരുത്തി കാശടിക്കാൻ നടക്കുക കുറെ ആളുമാരും അവന്മാരും. നടക്കുകയായിരുന്നു രക്ഷകർത്താവ് ചമയാൻ. ഇത് രക്ഷകർത്താവ് ഒന്നും ആയി ചമയണ്ട. അവനവന്റെ വീട്ടിലെ കാര്യം അവന്റെ മക്കളോട് അവനവന്റെ മക്കളുടെ കാര്യം നോക്കി ഇങ്ങോട്ട് കഴിച്ചു കഴിക്കാൻ വരണ്ട. ഒന്നൊക്കെ നല്ല പരിചയം കാണും, കൈ ഇരിക്കട്ടെ. നല്ല പരിചയമായിരുന്നു ഒന്നും ഇരിക്കുന്നതും ഒക്കെ നല്ല ഇങ്ങനെ ചെറുതാറടിക്കാൻ കണ്ടവന്മാരെയൊക്കെ കൊന്നിട്ട് ഡെർബാറടിക്കണം കുറെ അവന്മാർക്ക് ഡെർബാർ.
വെക്കുന്നത്. സാറിനോട് വിലയ്ക്ക് ഓടിയിടാൻ 3000 രൂപ വാങ്ങിച്ചു. വിലയ്ക്ക് ഓടിടാൻ 3000 രൂപ മീനാൾ സാറിനോട് വാങ്ങിച്ചത് കൊടുത്തില്ല. മീനാൾ സാറ് ചോദിച്ചപ്പോ അവരെ അടിക്കാനൊക്കെ അവരെ അടിക്കാൻ ചോദിച്ചു. പിന്നെ ഈ വീട്ടിൽ കയറി ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട് അവരാ വടക്കേ വശത്ത് കിഴക്കൂടെ ഓടുന്നത്. ഓർമ്മയില്ല അവരുടെ കിണറിന്റെ വടക്കൂടെ കിഴക്കോട്ട് ഓടി അവര് പോയത്. അവരെ അടിച്ചിവര് ഇങ്ങനെ ഒത്തിരി പേരെ അടിച്ചിട്ടുണ്ട്. ഇവൻ ഇങ്ങനെ അടിച്ചും പിടിച്ചും നടക്കുക. വീട്ടിൽ കയറിയിട്ടില്ല. ഇതത്രയും രൂപ ലാഭമായില്ല. 3000 രൂപ. അന്ന് 3000 രൂപ ഒരു പവന് 3000 രൂപ ഇല്ല. അന്ന് ഒരു പവനെ 3000 രൂപ 1000 ചില്ലറ കാണത്തുള്ളൂ അന്ന്. ഉണ്ടോ? അതാ അത് ഏകദേശം എന്തുവാ എന്റെ അച്ഛനൊക്കെ ഉള്ള സമയത്താ. നിങ്ങൾ അച്ഛൻ പഠിച്ചാൽ അന്ന് അച്ഛനോടൊക്കെ ചെയ്തത് അവരോട്. എല്ലാരും വരയ്ക്കൊക്കെ എല്ലാരും വരെയൊക്കെ ഓടാ അവന്റെ മാത്രം ഓല പറഞ്ഞു കിടക്കുക. അവന് അന്നത്തെ ജീവിക്കാൻ വേണ്ടി അവരോട് 3000 രൂപ വാങ്ങി ഓട കഴിച്ചു. അവര് കാശ് ചോദിച്ചപ്പോ അവര് കൊടുത്ത കാശ് കേട്ടോ. വരുമ്പോ അവരെ അടിക്കാൻ ഓടിച്ചു. അവര് പിന്നെ വീട്ടിൽ കയറിയിട്ടില്ല. പൈസ വേണ്ടാന്ന് വെച്ചോര്. അവരവരുടെ മക്കളോട് പറഞ്ഞിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാന് സ്കൂളിൽ പോയ സ്കൂളിൽ ചെന്നപ്പോഴാണ് ഞാൻ മീനാൾ സാറിനെ കാണുന്നത് ആദ്യമായിട്ട്. ഞാൻ മീനാൾ സാറിനെ അറിയിച്ചില്ല. നേരെ അവരിവിടെ എന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു 3 കല്യാണമായി. നിങ്ങളുടെ അച്ഛൻ്റെ അടുത്ത് വന്ന് കാര്യം പറഞ്ഞത് നേരം വരാം കളിക്ക്. പിന്നെ 3000 രൂപ വേണം. 3000 വൈകിട്ട് നിങ്ങളും വാങ്ങിച്ചു. 37 ലക്ഷത്തിന്റെ നില 36 നില നല്ല പുരയുടെ ഒന്നുമില്ല. പൈസയും കൊടുത്തു. ഇവിടെ ആരും വിളിച്ചു ചോദിക്കാൻ പോയില്ല. മീനാൾ സാറിന്റെ വീട്ടിൽ അച്ഛൻ പോലും പോയിട്ടില്ല. മീനാൾ സാറിന്റെ വീട്ടിൽ പറയാൻ വയ്യാത്തത് പലതും പറഞ്ഞ് നടക്കുക. അടുത്തായിട്ട് മീനാൾ സാറിന്റെ വീട്ടിൽ അച്ഛൻ പോയിട്ടില്ല. രോഗങ്ങളാണ്. നിങ്ങളുടെ അച്ഛൻ ദൂരെ വീട്ടിൽ പോകാറില്ല. ഞാൻ മുഖേന എനിക്ക് വിളിച്ചത്. എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ടാ പറയുന്നത്. പൈസ ആൾക്കാരുടെ പെണ്ണ കല്യാണത്തിന്